പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനന്തപൂരത്തിന് കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. തലസ്ഥാനത്ത് കൗമാരക്കല കരകൊണ്ടുവരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 63ാമത് സംസ്ഥാന കലോത്സവത്തിന് നാളെ തിരുതലിയും ഇന്ന് വൈകിട്ടോടെ സ്വർണ്ണക്കപ്പ് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തും. 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ലധികം കലാപ്രതിഭകളാണ് ഇക്കുറി കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. സുനിഷ അയിലൂർ പാചകപ്പുരയിൽ പാല് തിളച്ച് തൂവിക്കഴിഞ്ഞു. കലാപ്രതിഭകളുടെ പ്രതിഭകൾ അവരുടെ ഉള്ളിലെ പ്രതിഭയൊക്കെ തൂവാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തകരം എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞോ സുനിഷ അയിലൂർ? അരുൺ, നമ്മുടെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ തന്നെ പൊളപ്പൻ പൊടിപൂരത്തിന് ഏതായാലും തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഞാൻ നിൽക്കുന്നത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. MTയോടുള്ള ആദരസൂചകമായി MT നിള എന്നതാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന് പേരിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാ നദിയാണ് എനിക്കിഷ്ടമെന്ന MTയുടെ പ്രശസ്തമായ ഉദ്ധരണിയും ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആലേഖനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ വേദികളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇതാ അവസാന വട്ട മിനുക്ക് പണികളൊക്കെ തന്നെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടരികിലായി മാധ്യമങ്ങൾക്കുള്ള പവലിയനും അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഈ കസേര ഒരുക്കുന്നത് അടക്കമുള്ള പണികൾ ഏതായാലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ മറ്റ് 24 വേദികളിലും ഒരുക്കങ്ങൾ കഴിയാറായി അവസാന വട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ 117.5 കിലോ ഭാരമുള്ള ഈ സ്വർണ്ണക്കപ്പ് അത് എപ്പോ എത്തുമെന്നുള്ളതാണ്. സ്വർണ്ണക്കപ്പ് ഏതായാലും തിരുവനന്തപുരത്തെ അതിർത്തി കടന്നിട്ടുണ്ട്. അതിർത്തിയിൽ വമ്പിച്ച സ്വീകരണവും നൽകി കഴിഞ്ഞു. ഇനി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വൈകുന്നേരത്തോടുകൂടി തന്നെ കപ്പ് എത്തുമെന്നുള്ളതാണ്. നാളെയോടുകൂടി തന്നെ കലോത്സവത്തിന് കൊടിയേറും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി ഇനി പിന്നീട് അങ്ങോട്ട് കലാരംഗിന് വിട്ടുകൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സംഘനൃത്തമാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം പിന്നീട് ഒപ്പന, അങ്ങനെ മത്സരങ്ങൾ ഓരോ വേദികളിലുമായി നടക്കുകയും ചെയ്യും. പ്രധാനമായും 25 വേദികൾ, 249 ഇനങ്ങൾ, 15,000-ലധികം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഇനി വേദികൾ സെൻട്രൽ സ്റ്റേഡിയം ഒരുപക്ഷെ ആർക്കും വലിയ സംശയമൊന്നും ഉണ്ടാകില്ല. പക്ഷെ മറ്റ് 24 വേദികൾ ഓരോ സ്കൂളുകളിലാണ്. വുമൻസ് കോളേജിലുണ്ട്, ഈ തൈക്കാട് സ്കൂളിലുണ്ട്, അങ്ങനെ ഓരോ വേദികളുണ്ട്. പക്ഷേ ഈ എത്തുന്നവർക്കൊന്നും തന്നെ സംശയമില്ലാതിരിക്കാൻ ഓരോ ഭാഗങ്ങളിലും തിരുവനന്തപുരത്തെ പ്രധാന ഭാഗങ്ങളിലുമെല്ലാം ഓരോ വേദിക്ക് കണക്കായും QR കോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ്. ഏത് വേദിയിലേക്കാണോ പോകേണ്ടത് ആ QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായി വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരമൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഏതായാലും കലയെ ഇങ്ങനെ ആവേശത്തിലേക്ക് മാറ്റാൻ തിരുവനന്തപുരം ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളും ഏതായാലും സുസജ്ജമായി തന്നെ ഉണ്ട് എന്നതാണ്. രഞ്ജിത്തേട്ടന്റെ കാർമ്മികത്വത്തിൽ ഞങ്ങളും അങ്ങ് ഉഷാറാക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ മുതൽ തകർത്ത് ആഘോഷിക്കാൻ പോവുകയാണ് എന്ന് വേണം പറയാൻ. വിദ്യാർത്ഥികളൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട്. ഇവരുടെ ഈ ദൂരെ നിന്നൊക്കെ എത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള അക്കോമഡേഷൻ അത് 24ഓളം സ്കൂളുകളിൽ പരിശോധനകൾ തളരുന്ന സമയത്ത് ബോഞ്ചി വെള്ളമൊക്കെ വാങ്ങിച്ച് കുടി.